നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാര രാഷ്ട്രീയത്തിനെതിരെ കടുത്ത വിമർശനം നടത്തിയ പ്രശസ്ത എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കെതിരെ വിമർശനവുമായിട്ട് മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് G സുധാകരൻ പറയുന്നത്. MTയെ ഏറ്റുപറഞ്ഞ ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നു. ചില സാഹിത്യകാരന്മാർ എന്ന് പറയുന്നത് പിന്നീട് വന്നത് M മുകുന്ദൻ, അതുപോലെ തന്നെ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി ഗ്രേസി, ഇവരാണ്. അതിനെ കൂടാതെ ചർച്ചയിൽ ചില എഴുത്തുകാർ MTക്ക് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നീട് മുകുന്ദൻ വളരെ സജീവമായിട്ട് തന്നെ ചർച്ചയിൽ നിൽക്കുന്നുമുണ്ട്. ചിലർക്ക് ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ MTയെ ഏറ്റു പറയുന്നത് ഭീരുത്വമാണ് എന്നാണ് സുധാകരൻ പറയുന്നത്. എത്ര വലിയ ആളാണെങ്കിലും MT പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച് സാഹിത്യകാരന്മാർ ഭീരുത്വമാണ് കാണിച്ചത്. അതിനിപ്പോൾ സുധാകരൻ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ എഴുത്തുകാരെല്ലാം തന്നെ ഭീരുക്കളാണ്. ഈ വെറും ഉച്ഛിഷ്ടം കഴിച്ചു കിടക്കുന്ന കുറേ എച്ചിൽ തീനികളാണ്. AKG സെൻറ്ററിൽ നിന്ന് ഒരു എല്ലിൻ കഷ്ണം വലിച്ചെറിയുമ്പോൾ അതിനുവേണ്ടി കലവില കൂട്ടി നടക്കുന്ന കുറേ എഴുത്തുകാരാണ്, സാംസ്കാരിക ജീവികളാണുള്ളത്. സച്ചിദാനന്ദ മഹാകവികൾ എന്താണ് യഥാർത്ഥത്തിൽ? അത് ഇത്തരത്തിൽ എച്ചിൽ കഷ്ണത്തിന് വേണ്ടി നിൽക്കുകയാണ് AKG സെൻറ്ററിൻ്റെ പടിവാതിൽക്കൽ. ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുണ്ട്. പ്രതിപക്ഷത്തായിരുന്നാലും ഭരണത്തിലായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും. സമരവും ഭരണവും EMS പറഞ്ഞതാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയോ? ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നങ്ങൾ തീരില്ല എന്നാണ് EMS പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മാർക്സിസമാണ്. പഠിച്ചവർക്കേ അറിയൂ, വായിച്ചു പഠിക്കണം എന്നാണ് സുധാകരൻ പറയുന്നത്. MTക്ക് പിന്നാലെ M മുകുന്ദനും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സുധാകരൻ്റെ വിമർശനം. യഥാർത്ഥത്തിൽ സുധാകരൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കഴിഞ്ഞ കുറേ നാളായിട്ട് പലതരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് പിണറായി വിജയനെ വളരെ ശക്തമായിട്ട് വിമർശിച്ചു കൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ എഴുത്തുകാർ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ സുധാകരൻ എന്തിനാണ് വിരളി പിടിക്കുന്നത്? അതോ പിണറായിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇനി എന്തെങ്കിലും ആനുകൂല്യം നേടാൻ വേണ്ടിയിട്ടാണോ? സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആനുകൂല്യത്തിന് വേണ്ടി നട്ടെല്ല് വളയ്ക്കുന്ന ആളല്ല. പിന്നെ എന്തുകൊണ്ടാണ് MTയെ എതിർക്കുന്നത്? ഇപ്പോൾ MTയെ എതിർത്തുകൊണ്ട് സുധാകരൻ സംസാരിച്ചപ്പോൾ സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുന്നു. MTയുടെ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞത്. സജി ചെറിയാൻ അങ്ങനെ പറയുമ്പോൾ ഇത് സുധാകരനിട്ട് കുത്താൻ വേണ്ടി മാത്രമാണ്. കാരണം ആലപ്പുഴയിൽ വിഭാഗീയത ഏറ്റവും അധികം രൂക്ഷമായിരിക്കുന്ന ഒരു ജില്ലയാണ്. അതിലൂടെ സുധാകരന് ഒരു കൊട്ടുകൊടുക്കാൻ വേണ്ടിയാണ് സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. സജി ചെറിയാൻ എന്ന് പറയുന്നത് പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ സജി ചെറിയാനും സുധാകരനും ഇനിയും പിണറായിയോടൊപ്പം ഒട്ടി നിൽക്കാനായിട്ടുള്ളൊരു മത്സരമാണോ എന്നിനി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 90 കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ഇനി നിങ്ങളെ ആരെയും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആരുടെയും മുന്നിൽ നട്ടെല്ല് വളയ്ക്കേണ്ട ആവശ്യവുമില്ല. വളയ്ക്കേണ്ട കാലത്ത് പോലും MT അത് വളച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ സച്ചിദാനന്ദ മഹാകവികളും മറ്റും നടക്കുന്ന ഈ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവരെ പോലൊന്നും ഈ MTയോ മറ്റോ നടന്നിട്ടില്ല. മുകുന്ദൻ ഒരു പക്ഷേ നടന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ MT നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 90 കഴിഞ്ഞവരാണല്ലോ സർക്കാരിനെതിരെ കൂടുതലും രംഗത്ത് വന്നിരിക്കുന്നത്. ഗ്രോവാസു ആയാലും MT ആയാൽ പോലും മധ്യവയസ്കരും യുവത്വവും പിണറായിക്കോ അല്ലെങ്കിൽ LDF സർക്കാരിനെതിരോ രംഗത്ത് വരുന്നില്ല. 90 കഴിഞ്ഞവരാണ്. അവരാണ് EMSനെ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് MT ഉണ്ടാക്കിയ ഈ കൊടുങ്കാറ്റ് അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അതിനി സുധാകരനോ സജി ചെറിയാനോ ആര് വിചാരിച്ചാലും തടയിടാൻ സാധിക്കില്ല.